എൻ്റെ പൊന്നോ ഒരു രക്ഷയുമില്ല. യൂട്യൂബിലെല്ലാം വൈറലായിട്ടുള്ള ന്യൂട്ടല്ല കുക്കി പൈൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പിക്കായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ന്യൂട്ടല്ല തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഒരു കുപ്പി ന്യൂട്ടല്ല എടുത്തിട്ടുണ്ട്. ഒരു കുപ്പി ഫുള്ളൊന്നും വേണ്ട, ഇതിൽ നിന്ന് കുറച്ചേ വേണ്ടൂ. അപ്പം ആ ഒരു ന്യൂട്ടല്ലയിൽ നിന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂൺ വീതം കോരിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ വീതം ന്യൂട്ടല്ല എടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രീസറിലേക്ക് കൊണ്ടുവെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് അടർന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ ആയിക്കോളും. ന്യൂട്ടല്ല ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതാ ഇതുപോലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അരക്കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് സാധാ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ആ ഒരു ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ടൈപ്പിൽ കുക്കീസിന് ഉണ്ടായാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിന് 1/4 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ അളന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഡാർക്ക് ഉള്ളത് കൊണ്ടാണ് ഡാർക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ചിപ്പാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ അരക്കപ്പാണ് രണ്ടും കൂടി ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാം. ഫ്രീസറിൽ വെച്ച ന്യൂട്ടലെല്ലാം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അടർന്ന് കിട്ടണം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാം. കുക്കീസിന് വേണ്ടിയിട്ടുള്ള ഡോ നമ്മൾ കുഴച്ച് വെച്ചിട്ട് 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്കിപ്പോൾ 8 ന്യൂട്ടലൻ്റെ ആ ഒരു ഇതല്ലേ ഉള്ളത്. അപ്പോൾ 8 ഉരുളകളാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയിട്ട് നടുവിലായിട്ട് ചെറിയൊരു കുഴി പോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഫ്രീസാക്കി എടുത്ത ന്യൂട്ടല്ല ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കുക. പിന്നെ ന്യൂട്ടലൻ്റെ ആ ഒരു ഇത് ഒട്ടും പുറത്തൊന്നും കാണാത്ത രീതിയിൽ വേണം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഡോ എടുത്താൽ മതി. എന്നിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്, 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബേക്കായി കഴിഞ്ഞിട്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഇട്ട് കൊടുത്താൽ ചോക്ലേറ്റ് ചിപ്പെല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ ഇത് വെച്ചതിന് ശേഷം 150 ഡിഗ്രിയിൽ 12 to 15 മിനിറ്റോളം വെക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി നന്നായിട്ട് ബേക്കായി കിട്ടും. ഞാനൊരു 15 മിനിറ്റാണ് വെച്ചത്. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് മറ്റൊരു പ്ലേറ്റ് ഇട്ടിട്ട് നല്ല രുചിയോടെ കഴിക്കാൻ. ഇതിൻ്റെ മുകളിൽ വനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്.